E20 പെട്രോൾ വലിയ അപകടമാണ്. സർക്കാർ എന്തിനാണ് നമ്മളിങ്ങനെ ചതിക്കുന്നത്? ഇത്തരം പ്രചരണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എയറിലുണ്ട്. സത്യത്തിൽ ഇതെന്താണ്? ഒന്നാമത്തെ കാര്യം, ഈ എഥനോൾ ബ്ലെൻഡിംഗ് അല്ലെങ്കിൽ E20 പെട്രോൾ എന്നത് ഇന്ത്യ കണ്ടുപിടിച്ച ഒന്നല്ല. 1975 മുതൽ ബ്രസീൽ, US, തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് വിജയകരമായി ഉപയോഗിക്കുന്നതാണ്. ചുരുക്കത്തിൽ E20 എന്നത് ലോകം അംഗീകരിച്ച ആഗോള നിലവാരമുള്ള ഒന്നാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? കാരണമുണ്ട്. 2023 ഏപ്രിൽ മുതൽ എല്ലാ ഓട്ടോമൊബൈൽ നിർമ്മാതാക്കൾക്കും സർക്കാർ ചില കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. നിർമ്മിക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും എഞ്ചിനും റബ്ബർ പൈപ്പുകളും തുടങ്ങിയവ കർശനമായും E20ക്ക് അനുയോജ്യമായവ ആയിരിക്കണമെന്നായിരുന്നു ആ നിർദ്ദേശം. അതുകൊണ്ട് 2023 ഏപ്രിലിന് ശേഷമാണ് നിങ്ങൾ വണ്ടി വാങ്ങിയതെങ്കിൽ ടെൻഷനേ വേണ്ട. ഇനി നിങ്ങളുടെ വാഹനം 2023 ഏപ്രിലിന് മുമ്പുള്ളതാണെങ്കിലോ പേടിക്കേണ്ട. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ എത്തനോൾ എന്ന് പറയുന്നത് വായുവിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ വണ്ടികൾ ഒട്ടനവധി ദിവസങ്ങൾ ഉപയോഗിക്കാതെ വെറുതെ ഇടരുത്. ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഈർപ്പം ടാങ്കിൽ ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ടാവും. അവസാനമായി, സർക്കാർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം ഇതുവഴി ഇന്ത്യക്ക് വലിയ നേട്ടമാണ് ഉണ്ടാവുന്നത്. എഥനോൾ ബ്ലെൻഡിംഗ് വഴി നമ്മുടെ രാജ്യം ഇതിനകം തന്നെ 1.9 ലക്ഷം കോടിയിലധികം രൂപയാണ് ലാഭിച്ചത്. അതായത് ഈ പണം നമ്മുടെ രാജ്യത്ത് തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നു. ഈ പണം നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നില്ല. കാരണം എഥനോൾ നിർമ്മിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. അതിനുള്ള അസംസ്കൃത വസ്തുക്കൾ നൽകുന്നതാകട്ടെ നമ്മുടെ കർഷകരും. അതിനാൽ ഈ പണം പുറം രാജ്യങ്ങളിലേക്ക് പോകാതെ നമ്മുടെ രാജ്യത്ത് തന്നെ സർക്കുലേറ്റ് ചെയ്യും. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയുമ്പോൾ തന്നെ ഇറക്കുമതി സ്വാഭാവികമായിട്ടും കുറയും. അത് നമ്മുടെ രൂപ ശക്തമാക്കും, പണപ്പെരുപ്പം കുറയും, പെട്രോൾ വില നിയന്ത്രണത്തിലാകും. അതുകൊണ്ട് വ്യാജ വാർത്തകൾ വിശ്വസിച്ച് പരിഭ്രാന്തരാകുന്ന ചില സുഹൃത്തുക്കൾ നിങ്ങൾക്കും ഉണ്ടാകും. അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തേക്കും.